Hello friends, it's me Vijitha. Welcome back to my YouTube channel Vijitha's Vibrant Visions. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ഒരു ഓണപരീക്ഷേൻ്റെ പേപ്പറൊക്കെ കാണിച്ചു തന്നിട്ട് ഒറ്റ പോക്ക് പോയതാണ്. പിന്നെ എപ്പോഴാണ് പൊങ്ങണത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോസ് ഇടാനൊക്കെ മടി പിടിച്ചിരുന്ന് ഇങ്ങനെ കുറേ പേര് അതിൻ്റെ അടിയിലും ടൈം ടേബിളൊക്കെ ചോദിച്ചു കുറേ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ ഇടാൻ മടി പിടിച്ച് പോയി. അപ്പോൾ ഇന്നിപ്പം ഇങ്ങനെ ഒക്ടോബർ മാസവും കഴിഞ്ഞ് ഒക്ടോബർ 31 ആയപ്പോഴാണ് എനിക്ക് അങ്ങോട്ട് 31-30 അതും മറന്നു. കറക്റ്റ് 31 ആയപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് ബോധം ഉദിച്ചത്. ഇനി ഇങ്ങോട്ട് ഒരൊറ്റ മാസമേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക്. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ കൂടി കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി കുഴഞ്ഞ് മറിയുന്നുള്ള അവസ്ഥയാണ്. ഓൺ എക്സാമിൻ്റെ പോർഷൻസ് ഒക്കെ ഒരു തരത്തിലൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഓൺ എക്സാമിൻ്റെ പോർഷൻസും ക്രിസ്മസ് എക്സാമിന് ചോദിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഇപ്പോൾ തൊട്ടെങ്കിലും പഠിച്ച് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നടക്കില്ല. നമുക്ക് പോർഷൻസ് സിലബസ് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഒരു ടൈം ടേബിളൊക്കെ വെച്ചിട്ട് എന്തായാലും ഈ ഒരു മാസം നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് മനസ്സർപ്പിച്ച് നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ക്രിസ്മസ് പരീക്ഷ എഴുതണമെന്ന്. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആരും ഓർക്കും, ഞാൻ ഒരിക്കലും സ്വാർത്ഥത കാണിച്ച് ഒറ്റയ്ക്ക് പഠിക്കാറില്ല. ഞാൻ എപ്പോഴും പഠിക്കാനെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പം നിങ്ങളെല്ലാവരും ഓർക്കും, നിങ്ങളെല്ലാവരും എൻ്റെ സഹപാഠികളാണ്. എല്ലാവരും വേറെ വേറെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. നിങ്ങളും പഠിക്കുന്നവരായതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പം ഞാൻ പഠിക്കുമ്പോൾ എപ്പോഴും ഞാൻ നിങ്ങളെ ഓർക്കും. അത്രത്തോളം സ്നേഹനിധിയായിട്ടുള്ള എന്നെ നിങ്ങൾ മറക്കരുത്. വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ഒരു ലൈക്കൊക്കെ തരണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ പഠിച്ച് ഉന്നതങ്ങളിൽ എത്തണം എന്നുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇനി അധികം ഇങ്ങനെ സംസാരിച്ച് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ സമയം പോകും. നമുക്ക് നേരെ എങ്ങനെ പഠിക്കാം എന്നുള്ള ആ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുന്ന കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം അതിന് മുന്നേ ഒരൊറ്റ കുഞ്ഞു കാര്യം കൂടി, ഞാൻ ഒരു സ്റ്റഡി കോർണർ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട് ഒന്ന് ഒരു ബൂബടെ കൊട്ടിച്ച് ബാക്കിൽ കുറച്ച് എൻ്റെ ഫോട്ടോ ഒക്കെ അടിച്ച് ലൈറ്റൊക്കെ വെച്ച് എസ്തെറ്റിക് ആക്കാനാണ് കവി ഉദ്ദേശിച്ചത്. ഒന്നും ആയില്ല എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും നമുക്ക് ടൈം ടേബിളിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് വരെയുള്ളത് നമുക്ക് ഓരോ സബ്ജക്റ്റും എത്ര പോർഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് റെഫർ ചെയ്ത് കുറച്ച് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എത്ര പോർഷൻസ് ആണ് ഓരോ സബ്ജക്റ്റിലും ഉള്ളത് എന്നുള്ളത് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ട് അതിൻ്റെ ഒക്കെ സൈഡിൽ ഒരു കുഞ്ഞി കോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച് കഴിയുമ്പം ആ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞാൽ ടിക്ക് ഇടണമല്ലോ. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് എന്ന് പറയുന്നത് ഓണപരീക്ഷയ്ക്ക് ശേഷം എടുത്ത് തുടങ്ങി നമുക്ക് എക്സാമിൻ്റെ തൊട്ട് മുന്നേ വരെ എടുത്ത് നിർത്തുന്ന പോർഷൻസ് ആണ്. ആ പോർഷൻസ് നിന്ന് മാത്രമല്ല ഒരിക്കലും നമുക്ക് എക്സാമിന് ചോദിക്കുക. ഓണ എക്സാമിൻ്റെ മുന്നേ പഠിപ്പിച്ചിട്ടുള്ള പോർഷൻസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കുന്ന ഉറപ്പാണ്. പിന്നെ നമ്മൾ അത് പഠിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് നഷ്ടമാവാൻ പോകുന്നില്ല. പബ്ലിക് എക്സാം വരുന്ന സമയത്ത് ഇതൊക്കെ കൂടെ നമ്മൾ എന്തായാലും ഇനിയും പഠിക്കണമല്ലോ. അപ്പോൾ ഇപ്പം തന്നെ അത് വൃത്തിക്ക് പഠിച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പബ്ലിക് എക്സാം ആകുമ്പോൾ നമുക്ക് അത്രയും എളുപ്പമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള പോർഷൻസ് ഒക്കെ എഴുതിയെടുത്ത് സൈഡിലൊരു കോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ എനിക്കുള്ള 6 സബ്ജക്റ്റ് ഒക്കെ കൂടിയിട്ട് എനിക്ക് 75 ചാപ്റ്ററാണ് എണ്ണം കിട്ടിയത്. ഞാൻ പഠിക്കുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പം എനിക്ക് +2 ഹ്യൂമാനിറ്റീസ് ആണ്. എനിക്ക് 75 ചാപ്റ്ററാണ്. അതായത് ഓരോ സബ്ജക്റ്റിനെയും ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഈ ഡിസംബറിൽ കഴിയേണ്ട വരെയുള്ള ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ 75 ചാപ്റ്ററാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കിനി മുന്നിൽ 30 ദിവസങ്ങളാണുള്ളത്. എനിക്ക് പഠിച്ച് തീർക്കാനായിട്ട് 75 പാഠങ്ങളാണുള്ളത്. അപ്പോൾ ആ 30 ദിവസങ്ങളിൽ ഒരു 25 ദിവസം ഞാൻ കൺസിഡർ ചെയ്തു. ബാക്കി 5 ദിവസം നമുക്ക് റിവിഷനോ എന്തെങ്കിലും പെൻഡിങ് വരികയാണെങ്കിൽ അത് തീർക്കാനോ മാറ്റി വയ്ക്കാം. അപ്പോൾ 25 ദിവസം ഞാൻ പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. ആ 25 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് തീർക്കേണ്ടത് 75 ചാപ്റ്ററാണ് പഠിച്ചു തീർക്കാനുള്ളത്. അപ്പോൾ നോക്കുമ്പം ഓരോ ദിവസം 3 ചാപ്റ്റർ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 25 ദിവസം കൊണ്ട് നമുക്ക് 75 ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ കഴിയും. പക്ഷേ ഓരോ ദിവസവും 3 ചാപ്റ്റർ പഠിച്ച് തീർക്കണം. അത് നല്ലൊരു ടാസ്ക് ആണ്. ഇതുപോലെ നിങ്ങളുടെ ക്ലാസ്സിലുള്ള നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഓരോ ചാപ്റ്റർ എങ്ങനെയൊക്കെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എത്ര ദിവസം നിങ്ങളുടെ മുന്നിലുണ്ടോ എത്ര ചാപ്റ്റർ ഉണ്ടോ അതും കൂടി വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഓരോ ദിവസം നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസത്തിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് അല്ലറ ചില്ലറ കുഞ്ഞ് സ്റ്റഡി ടിപ്സ് നമുക്ക് നോക്കാം. ഞാൻ കുറച്ചെണ്ണം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 10-12 സ്റ്റഡി ടിപ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എത്രയൊക്കെ നമ്മൾ ആത്മനിയന്ത്രണം ഉണ്ട്, ഞാൻ ഫോൺ എടുക്കില്ല എന്നൊക്കെ വിചാരിച്ചാലും ഈ സാധനം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ ക്ലാസ് കാണാനെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എടുക്കുക. പക്ഷേ നമ്മൾ ക്ലാസ് ആയിരിക്കില്ല കാണുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഷോർട്സ് എന്തെങ്കിലും ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, അത് നമ്മുടെ ആ ലൂപ്പിൽ പെട്ടുപോകും. പിന്നെ അതിൽ നിന്ന് ഇറങ്ങാൻ മണിക്കൂറുകൾ എടുക്കും. അതുകൊണ്ട് പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് കയ്യകലത്തിൽ നിന്ന് ഫോൺ മാറ്റി വെക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് എന്തെങ്കിലും ക്ലാസ് കാണാൻ ആവശ്യത്തിനാണ് ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മാത്രം കണ്ടിട്ട് മാറ്റി വെക്കുക. പക്ഷെ അങ്ങനെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചിന്തിച്ച് മാത്രം അധികം നമ്മൾ ഫോണിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളെ വായിച്ച് പഠിക്കാൻ തന്നെ ട്രൈ ചെയ്യുക. അതാണ് നല്ലത്. നമ്മൾ വായിച്ച് എഴുതിയിട്ടോ സ്കൂൾ ടീച്ചേഴ്സ് തരുന്നത് നോക്കിയിട്ടോ പഠിക്കുന്നത് തന്നെയാണ് ഒന്നും കൂടി നന്നായിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴേ നമ്മൾ സ്വയം വായിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നും കൂടി നന്നായിരിക്കുമല്ലോ. മറ്റുള്ള റിസോഴ്സസ് അധികം ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കാൻ നോക്കുക.
പിന്നീട് കിടന്നോ പഠിക്കുന്നത് അവോയ്ഡ് ചെയ്യാം. ഞാനും ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ തീരെ രാത്രി സമയത്തൊക്കെ വായിക്കണം എന്നുള്ളപ്പം താഴേക്ക് കിടക്കുമ്പോൾ ബുക്കൊക്കെ എടുത്തിട്ട് പോയിട്ട് ബെഡിലിരുന്ന് വായിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നേ വരെ ബുക്ക് കൊണ്ടുപോയി ഒരു ദിവസം പോലും ഞാൻ ആ ബെഡിലിരുന്ന് ഒരു പേജ് പോലും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ബെഡ് കണ്ടു കഴിഞ്ഞാൽ ബെഡിലിരുന്ന് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുന്നവരുടെ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ബെഡിൽ ഇരുന്ന് നമ്മൾ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇരുന്ന് പഠിക്കൽ മാറി കിടന്ന് പഠിക്കലാവും. കിടന്ന് പഠിക്കൽ മാറി ബുക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബെഡിലിരുന്ന് പഠിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഹെവി ഫുഡ് കഴിച്ച് വയറ് നിറച്ചങ്ങോട്ട് പഠിക്കാൻ വന്നിരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. കാരണം വയറ് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും, സ്വാഭാവികം. പിന്നെ പഠിത്തത്തിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക. ഒരുപാട് വയറ് നിറച്ച് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ സുഖമുള്ള പരിപാടിയില്ല. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഗിവ് റിവാർഡ് യുവർ സെൽഫ്. അതായത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പം ഒരു 3 ചാപ്റ്റർ ഓരോ ദിവസം വെച്ച് പഠിക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 3 ചാപ്റ്റർ എന്നുള്ള ഒരു ദിവസത്തെ ടാർഗറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക. റിവാർഡ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ മുട്ടായി എന്തെങ്കിലും ഇഷ്ടപ്പെട്ട മുട്ടായി കഴിക്കുക. അങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ ചാപ്റ്റർ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാനുള്ള മുട്ടായി, ഇങ്ങനെ പുസ്തകത്തിൻ്റെ ഇടയിൽ വെച്ച് പഠിക്കാനുള്ള മോട്ടിവേഷൻ, അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാനും കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റിവാർഡ് എന്ന് പറയുന്നത് ഫോൺ നോക്കാൻ കുറച്ച് ടൈം കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവരുടെ അടുത്ത് സംസാരിക്കാനോ നിങ്ങൾക്ക് വീഡിയോസ് കാണാനോ ഇൻസ്റ്റഗ്രാമിലോ വാട്സാപ്പിലോ എന്തെങ്കിലും കുറച്ച് ടൈം കൊടുക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. അങ്ങനെ എന്തെങ്കിലും സ്വയം നമ്മളുടെ വിചാരിച്ച ടാർഗറ്റ് ചെയ്ത് തീർക്കുമ്പോൾ ഒരു റിവാർഡ് കൊടുത്ത് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക. അപ്പോൾ പിന്നെയും ആ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു മോട്ടിവേഷനാണ്. പിന്നെ അടുത്തത് പ്രോപ്പർ പ്ലാനിങ്. ഡെയിലി ദിവസവും നമ്മൾ ഒന്നല്ലെങ്കിൽ തലേ ദിവസം രാത്രി അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ, തലേ ദിവസം രാത്രി ചെയ്യണം നല്ലത്. പിറ്റേ ദിവസം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് വൃത്തിയായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഏതൊക്കെ ചാപ്റ്റർ നാളെ പഠിച്ച് തീർക്കും, ഏതൊക്കെ നോട്ട്സ് എഴുതി തീർക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പ്ലാൻ ചെയ്യുക. അത് മാക്സിമം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അടുത്തത് വരുന്നത് നമ്മളുടെ ഇത് ഞാൻ കുറേ സയൻറ്റിഫിക് സ്റ്റഡീസിൽ കുറേ വെബ്സൈറ്റിൽ ഇങ്ങനെ ഗൂഗിളിൽ വിക്കിപീഡിയയിലൊക്കെ കണ്ടതാണ്. നമ്മളുടെ ബ്രെയിനിന് പീക്ക് ഫോക്കസ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടൈം ഉണ്ട്. അതിൽ ഏറ്റവും ഫോക്കസ് കൂടുന്ന ടൈം രാവിലെ ഒരു 5 മണി ടു 8 മണി വരെയാണ്. പിന്നീട് ഒരു മോഡറേറ്റ് ലെവലിൽ ഫോക്കസ് വരുന്നത്, അതായത് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് 2 മണി ടു 4 മണി വരെയും പിന്നീട് രാത്രി 7 മണി ടു 9 മണി വരെയാണ് എന്നാണ് ആ ഒരു വിക്കിപീഡിയയിൽ. അത് കുറേ ഗൂഗിളിൽ ഞാൻ ഇത് വായിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ പല പഠനങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അവനവനെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് എപ്പോഴാണ് ഇരിക്കാൻ പറ്റുകയെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളാണ്, ദിനചര്യകളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ടൈമും ഏർലി മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ പഠിക്കാം, നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ പഠിക്കാം. അത് നമ്മളുടെ ചോയ്സ് അപേക്ഷിച്ചിരിക്കും. പിന്നെ 5 സെക്കൻഡ് റൂള്. ഈ 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന അതൊരു പുസ്തകമാണ്. എഴുതിയ ആളുടെ പേരൊക്കെ ഞാൻ മറന്നു. ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വീഡിയോൻ്റെ സൈഡിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം. അപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ 5 സെക്കൻഡ് സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യണമെന്ന് വിചാരിച്ച 5 സെക്കൻഡ് സമയത്തിൻ്റെ ഉള്ളിൽ ആ കാര്യം ചെയ്യാനായിട്ട് തുടങ്ങണം. കാരണം നമ്മളൊരു കാര്യം വിചാരിക്കുമ്പം ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്ത് അത് വേണ്ട എന്ന് നമ്മളുടെ ബ്രെയിനിൽ തോന്നിക്കാൻ ഒരു 5 സെക്കൻഡ് സമയം എടുക്കും. അതായത് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് വേണോ വേണ്ടയോ എന്നുള്ള ചിന്ത നമ്മളുടെ ബ്രെയിനിൽ വന്നു തുടങ്ങുള്ളൂ. അപ്പോൾ ആ 5 സെക്കൻഡ് കഴിയുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ച കാര്യം ചെയ്തു തുടങ്ങുക. ഇത് നമ്മളിങ്ങനെ കുറേ ഫോളോ ചെയ്യുമ്പം നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിക്കായിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും ഈ 5 സെക്കൻഡ് റൂൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രിക്കാണ്. എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രിക്കും കൂടിയാണ്. അടുത്തത് പോമഡോറോ ടെക്നിക്കാണ്. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കേൾക്കുന്നത് തന്നെയാണ്. അതായത് ഒരു 25 മിനിറ്റ് നമ്മൾ പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാവുന്ന, നടക്കണമെങ്കിൽ നടക്കാം, വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം, ഫോൺ നോക്കണമെങ്കിൽ ഫോൺ നോക്കാം. ഫോൺ നോക്കുന്നത് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യില്ല. കാരണം ഫോൺ നമ്മൾ 5 മിനിറ്റ് നോക്കാമെന്ന് പറഞ്ഞ് എടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ 50 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് താഴെ വയ്ക്കാം. അതുകൊണ്ട് ഫോൺ നോക്കുന്നത് ഒഴികെ വേറെ എന്തും ആ 5 മിനിറ്റിൽ നമുക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവിഷനാണ്. റിപ്പീറ്റഡ് ടൈംലി റിവിഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം ചിലപ്പോൾ നാളെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, മറ്റന്നാളും കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കാര്യം പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ഷെഡ്യൂളിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഓരോ ദിവസം 3 ചാപ്റ്റർ വെച്ചിട്ടുള്ളതാണ് എനിക്ക് പഠിച്ച് പോകേണ്ടത് എന്നുള്ളത്. അപ്പം വീക്കെൻഡ് ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടും. അപ്പോൾ ആ ദിവസങ്ങളിൽ കഴിഞ്ഞ വീക്കിൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിൽ കൂടെ ഒന്ന് ഓടിച്ച് പോവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അത് വായിക്കുക. അപ്പം ഇത് നമ്മളുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്യുമ്പോൾ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഞാനിത് അധികം പ്രാബല്യത്തിൽ വരുത്തി നോക്കിയിട്ടില്ല. കാരണം ഞാൻ ഈ എക്സാമിൻ്റെ തൊട്ട് മുന്നത്തെ സമയത്താണ് ഏറ്റവും കൂടുതൽ പഠിക്കാറുള്ളത്. അപ്പോൾ റിപ്പീറ്റഡ് റിവിഷൻ അധികം സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഞാനിത് അധികം ചെയ്ത് നോക്കിയിട്ടില്ല. ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വരുന്നത് നമുക്ക് HSS ലൈവ് പോലത്തെ കുറച്ച് വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്കൂളൊക്കെ സ്കിപ്പ് ചെയ്ത് നടക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള നോട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ റിസോഴ്സസുകൾ യൂട്യൂബിലും ഗൂഗിളിലും ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ChatGPT എടുത്ത് ചോദിച്ചാലും എങ്ങനെയും കിട്ടും. അപ്പോൾ റിസോഴ്സസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു +1 +2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ HSS ലൈവിലൊക്കെ അടിപൊളിയായിട്ടുള്ളത് കിട്ടും. പിന്നെ യൂട്യൂബിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അതിപ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത് പറയേണ്ട കാര്യമില്ല ഒരു ചാനലിൻ്റെ. നിങ്ങളുടെ സബ്ജക്റ്റ് ഏത് ചാനലാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ റിസോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്
ചെയ്ത് നോക്കാം. നമുക്ക് ലാബറിന്റെ പോലെയുള്ളതിലൊക്കെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പം അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത്രയും ബുക്ക് വാങ്ങിക്കേണ്ട നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിളിൽ പലതിലും പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കി അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ നമ്മുടെ മനസ്സിൽ തറാവാൻ ഒന്നും കൂടി ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വിചാരിച്ചൊരു 10-12 സ്റ്റഡി ടിപ്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ചെയ്യേണ്ട വീഡിയോസിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കുറിച്ചും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.